ഇതാണ് ചിന്താമണി ചിക്കനെ. ഇതിനകത്ത് വേറെ മസാല ഒന്നുമില്ല കേട്ടോ. കുറച്ച് കൊച്ചുള്ളി, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറേ വറ്റൽമുളകാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. വറ്റൽമുളക് കുറച്ച് ഏറെ ഇടണം, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിങ്ങനെ കിടന്നൊന്നും എന്ത് മൂത്ത് വേണം. ഇനി ടേസ്റ്റ് നോക്കിയിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ഇനി ചക്കയുണ്ട്. ചക്ക വേവിച്ചതും ചിന്താമണി ചിക്കനുമാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഇതൊരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ചിന്താമണി ചിക്കനും ചക്കയും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി ടേസ്റ്റ് ചെയ്തിട്ട് പറയാമേ എങ്ങനെ ഉണ്ട് എന്ന് പറയാം. ആരാ വന്നേ? അതെ, കുറച്ച് അതിൻ്റെ അരപ്പും ഒരു ചെറിയ ചിക്കനും എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്നത് മസാലകളൊന്നും ഇട്ടിട്ടില്ല. ചക്കയ്ക്ക് ഇച്ചിരി ഗ്രേവിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല കുഴപ്പമില്ല. ചക്കയും കൂട്ടി കഴിച്ച് നോക്കാവേ. നല്ല ടേസ്റ്റ് ഉണ്ട്. കൊച്ചുള്ളി വറ്റൽമുളകും ഒരു പ്രധാനമായിട്ട് വേണ്ടത്. ആ വറ്റൽമുളകിൻ്റെ എരിയേ ഉള്ളൂ കേട്ടോ. അതാ, വേറെ പ്രത്യേകിച്ച് എരിയൊന്നുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാൽ ഓക്കെ.